വലിയ രീതിയിൽ ആഘോഷകരമാക്കുകയാണ് ഈ ക്രിക്കറ്റ്. കാരണം പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ സഞ്ജു ഉണ്ട്. ഒരുപക്ഷെ ഈ തൃപ്പൂണിത്തുറ പൂജ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ സഞ്ജു ഉൾപ്പെടെ ഇവിടെ വന്ന് കളിച്ച് അതിഗംഭീരമായ മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, ഇവിടെ ഈ സഞ്ജു വന്ന് നമ്മുടെ ഈ പൂജ ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ടോ? പിന്നെ സഞ്ജു പ്രാക്ടീസിന് ഇവിടെ വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് 106 അടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. 100 സിക്സ് ഞങ്ങളിവിടെ നെറ്റ് ഇട്ടിട്ടുണ്ട് 65 അടി ഹൈറ്റിൽ. ആ ഹൈറ്റ് അതിന്റെ മുകളിൽ 5 ബോൾ ഇവിടെ അടിച്ച് കളഞ്ഞിട്ടാണ് പോയത്. ഇവിടെ പ്രാക്ടീസിന് വരാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സഞ്ജു ഇപ്പോൾ നമ്മുടെ വേൾഡ് കപ്പിൽ കളിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് സഞ്ജുവിലൂടെ ആ വേൾഡ് കപ്പ് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും? തീർച്ചയായും ഭയങ്കര സന്തോഷം. നമ്മുടെ സ്വന്തം സഞ്ജുവാണ് തൃപ്പൂണിത്തുറ ക്ലബിന്റെ സഞ്ജു. ആവേശം കണ്ടില്ലേ? അതായത് ഓരോ 6ഉം ഓരോ 4ഉം ഒക്കെ വരുമ്പോൾ ഇവരുടെ ആവേശം അങ്ങനെ ഇരട്ടിയാകണം. എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും ഇന്ത്യ നമ്മുടെ ഒരു ഹരമാണ്. അതിൻ്റെ കൂടെ സഞ്ജു സാംസൺ ആ ഒരു വികാരത്തിന്റെ പുറത്ത് നമ്മളിപ്പോൾ പറന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സഞ്ജു നന്നായിട്ട് കളിക്കും. തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പിലെ ഒരു കപ്പ് മാത്രമല്ല, അതുകൂടാണ്ട് ഒരു ബെസ്റ്റ് പ്ലെയറും സഞ്ജുവിന് കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമുക്ക് സഞ്ജുവിലൂടെ വേൾഡ് കപ്പ് വേണം. തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അത് നമ്മൾ അടിച്ചിരിക്കും. അതിനാണ് ഞങ്ങൾ ഇത്രയും പേര് തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബിലെ ചരിത്രത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഇതുപോലെ ഒരു പരിപാടി സെറ്റ് ചെയ്യുകയാണ്. അത് 100% നമ്മൾ വേൾഡ് കപ്പ് അടിച്ചിരിക്കും. അതായത് വലിയ ആവേശം തന്നെയാണ്. കാരണം സഞ്ജുവിലൂടെ ഈ വേൾഡ് കപ്പ് കിട്ടണം എന്ന ഒരു ആഗ്രഹം തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും ഉള്ളത്. എന്തായാലും അത്ര രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ആവേശം? എങ്ങനെയാണ് തുടക്കം തന്നെ? സഞ്ജു 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 എങ്ങനെയാണ് ആവേശം? സഞ്ജു കീച്ചേ 250 അടിക്കും. അത്ര വേണം. 250 എന്തായാലും. എങ്ങനെയാണ് ഈ വേൾഡ് കപ്പില് സഞ്ജു ആയിരിക്കും ഏറ്റവും നല്ല ബാറ്റ്സ്മാൻ ഓഫ്. സഞ്ജുവിലൂടെ നമുക്ക് വേൾഡ് കപ്പ് കിട്ടണം. വേൾഡ് കപ്പ് കിട്ടുന്നത് മാത്രമല്ല ഏറ്റവും അശ്വതേ, പൂജ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ക്രിക്കറ്റ് ചരിത്രം നോക്കിയാൽ തന്നെ പൂജ ക്രിക്കറ്റ് ക്ലബിന് വലിയ പ്രാധാന്യമുണ്ട്. അവിടെയാണ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടിയിരുന്ന് അല്ലേ? നമ്മുടെ എല്ലായിടത്തും ഈ സഞ്ജു ഫാൻസിന്റെ ഒരു പ്രളയമാണെന്ന് നമ്മുടെ പൂജ കൊച്ചിയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, രാജ്യത്ത് ഉടനീളം. 2 കളി ഗംഭീരമായി കളിച്ച് അങ്ങ് ആവേശത്തോടെ സ്നേഹം കൊണ്ട് മൂടും. ഒരു 2 കളി മോശമായി കഴിഞ്ഞാൽ പിന്നെ ചീത്ത പറഞ്ഞു കൊല്ലും. അത് നമ്മുടെ ഒരു രീതിയാണ്. ഏതായാലും സഞ്ജു നന്നായി കളിക്കട്ടെ, അഭിഷേക് നന്നായി കളിക്കട്ടെ, പിന്നാലെ വരുന്നവരൊക്കെ നന്നായി കളിക്കട്ടെ, കപ്പ് നമ്മൾ അടിക്കട്ടെ.